മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടി കൽപ്പന അതീവ ഗുരുതരാവസ്ഥയിൽ ഹൈദരാബാദ് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മനു ചേരുകയാണ്. മനു, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുരേഷ്, ഇതിൽ കൂടുതലൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നടി കൽപ്പനയെ അതീവ ഗുരുതരാവസ്ഥയിൽ ഹൈദരാബാദിലെ കൽപ്പന അന്തരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായിട്ടും വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത നമുക്ക് അറിയിക്കാൻ കഴിയുന്നത്. നടി കൽപ്പന അന്തരിച്ചിരിക്കുന്നു എന്ന വളരെ ദുഃഖമുള്ള, മലയാളികളേറെ ദുഃഖത്തോടെ കേൾക്കേണ്ടി വരുന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു കൽപ്പനയുടെ അന്ത്യം. ഒരു അവാർഡ് നൈറ്റും ഒപ്പം തന്നെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൽപ്പന ഹൈദരാബാദിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കൽപ്പനയുടെ റൂമിലെത്തിയ റൂം ബോയ് മുറി തട്ടി വിളിച്ചിട്ടും തുറക്കാത്തതിനെ തുടർന്ന് അവർ മുറിക്കകത്ത് പ്രവേശിപ്പിച്ചപ്പോഴാണ് കൽപ്പന അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അപ്പോളോ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങൾ അറിവായി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മരണകാരണം ഒന്നും നമുക്ക് ഇതുവരെ നിലവിൽ അറിവായിട്ടില്ല. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത, മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പന നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള വാർത്ത മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുതിയതായി നൽകാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ്, ഏകദേശം അരമണിക്കൂറോളം മുമ്പ് ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിലാണ് അവരുടെ അന്ത്യം സംഭവിച്ചത്. രാവിലെ റൂമിൽ നിന്നും പുറത്തു വരാത്തതിനെ തുടർന്ന് റൂം ബോയ് അവർ മുറി പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് അബോധാവസ്ഥയിൽ കഴിയുന്ന കൽപ്പനയെ കണ്ടെത്തിയത്. തുടർന്ന് അതോടൊപ്പം തന്നെ കൽപ്പന ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? സുരേഷ്, ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടോ, സ്വാഭാവിക മരണമാണോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി ആശുപത്രി അധികൃതരുടെ സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതിനുമായി നമ്മൾ അപ്പോളോ ആശുപത്രിയിലെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിന് അവിടെ നിന്ന് നമുക്ക് ലഭിച്ച ആകെ വാർത്ത എന്ന് പറയുന്നത് കൽപ്പനയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത മാത്രമാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു കൽപ്പന. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും നിലവിൽ നമുക്ക് അറിവായിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു കൽപ്പന. ഹാസ്യവേഷങ്ങളിലൂടെയും ഒക്കെ സ്വഭാവ വേഷങ്ങളിലൂടെ ഒക്കെ മലയാളികളുടെ പ്രിയങ്കരിയായി തീർന്ന് അവർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഒരു ദുഃഖവും ആദരാഞ്ജലികളും ഒക്കെ നമ്മൾ അവരുടെ മുന്നിൽ അർപ്പിക്കുകയാണ്. ഹൈദരാബാദിലായിരുന്നു അവരുടെ മരണം സംഭവിച്ചത്. അപ്പോളോ ആശുപത്രി ഡയറക്ടർ ഈ ഒരു കാര്യം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൽപ്പന മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത മാത്രമാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. മറ്റു ദുരൂഹതയുണ്ടോ, അത് എങ്ങനെയാണ് മരണകാരണം, എന്താണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇനിയുള്ള പരിശോധനകളിൽ അല്ലെങ്കിൽ അതിനുള്ള ബാക്കി നടപടികളിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ, മരണകാരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെ വേണം പറയാൻ. ഒരിക്കൽ കൂടി പറയാം, ഹൈദരാബാദിലായിരുന്നു കൽപ്പനയുടെ അന്ത്യം. ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. ഹോട്ടൽ മുറിയിൽ നിന്ന് അവരെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു എന്നാണ് ആശുപത്രി ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് മാത്രമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളതും. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് എന്താണ് മരണകാരണം, എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി തുടർ പരിശോധനകളിൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളടക്കമുള്ളവരോട് നമുക്ക് ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. വളരെ ദുഃഖത്തോടെ തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നടി കൽപ്പന നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു, ഓർമ്മയായിരിക്കുന്നു. ഒരുപക്ഷെ മലയാളികളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത അഭിനയത്തിൻ്റെ വിവിധ തലങ്ങളിൽ വലിയ പ്രതിഭയായിരുന്ന ഒരു കൽപ്പന, നമ്മുടെ ഹാസ്യ സാമ്രാട്ടുകൾക്കൊപ്പം പിടിച്ചു നിന്ന ഹാസ്യ റാണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അവർ നമ്മെ വിട്ടുപോയിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഈ പുലർച്ചെ രാവിലെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടി വരുന്നു. എല്ലാ ദുഃഖങ്ങളും കലാകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് കൽപ്പനയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ജീവിതം, അവരുടെ കലാജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് സമർപ്പിച്ച ഒരു ജീവിതം തന്നെയായിരുന്നു. മലയാള സിനിമയിൽ എന്നതുപോലെ തന്നെ കന്നഡയിലായാലും തമിഴിലായാലും അപ്രപാളികളിൽ അക്ഷരാർത്ഥത്തിൽ വിസ്മയം തീർത്ത ഒരു കലാകാരി എന്ന് തന്നെ പറയാം. ഹാസ്യമായാലും സ്വാഭാവികമായ അഭിനയമായാലും ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഒരു ഇടം നേടിയെടുത്ത കലാകാരിയാണ് കൽപ്പന. അവരുടെ കലാജീവിതത്തെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കും മനു? പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക്, മലയാള കലാ ലോകത്തിന് നൽകിയ സംഭാവനകളെ.
തീർച്ചയായിട്ടും വലിയ സംഭാവനകൾ നൽകിയ ഒരു അഭിനേത്രിയായിരുന്നു കൽപ്പന. അവരുടെ അഭിനയ ജീവിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാള സിനിമയുടെ ആധുനിക മലയാള സിനിമയുടെ ചരിത്രത്തിനോടൊപ്പം നിൽക്കുന്നതാണ് കൽപ്പനയുടെ അഭിനയ ജീവിതവും. നമ്മുടെ ഹാസ്യ സാമ്രാട്ടുകളായ ജഗദീഷ് ശ്രീകുമാറിനും ഒപ്പം തന്നെ ഇന്നസെന്റിനും അടക്കമുള്ളവരോടൊപ്പം തൻ്റെതായ ശൈലി ഒരുക്കി പിടിച്ചു നിന്ന കൽപ്പന എക്കാലത്തും മലയാളത്തിൽ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അഭിനേത്രിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഹാസ്യം എന്നതിനപ്പുറം കൽപ്പന ചെയ്യാത്ത വേഷങ്ങളില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് സ്വാഭാവിക റോളുകളായാലും ഇനി അല്പം നെഗറ്റീവ് റോളുകളായാലും അല്ലെങ്കിൽ അല്പം കുശുമ്പും കുന്നായ്മയും ഒക്കെ കലർന്ന നാടൻ അമ്മമാരുടെയും അമ്മായിമാരുടെയും ഒക്കെ റോളുകളാണെങ്കിലും കൽപ്പനയുടെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. 300ഓളം സിനിമകളിൽ കൽപ്പന അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയ സിനിമ നമ്മൾ കണ്ടത് ചാർലി ആയിരുന്നു. ആ സിനിമയിലും കൽപ്പന മരണപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കൽപ്പന ആ സിനിമയിൽ അഭിനയിച്ചത്. ഏതായാലും ആ ഒരു മരണത്തിനപ്പുറത്തേക്ക് പിന്നീട് കൽപ്പനയ്ക്ക് മറ്റൊരു ചിത്രത്തിലേക്ക് തിരിച്ചു വരാനായില്ല എന്ന വേദന നാം ഉൾക്കൊള്ളണം. ആ ചലച്ചിത്രത്തിലെ മരണത്തെ പോലെ തന്നെ അവർ ഈ എല്ലാ എന്താ പറയുക ലോകത്തിൽ നിന്നൊക്കെ യാത്ര പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാം. 300ഓളം സിനിമകളിൽ കൽപ്പന വേഷമിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മയായും അമ്മായിയായും സഹോദരിയായും ചെറിയ തോതിലുള്ള വില്ലത്തരങ്ങൾ കാണിക്കുന്ന നാട്ടുമ്പുറത്തെ വില്ലത്തിയായൊക്കെ ഒരു കലാപാരമ്പര്യമുള്ള കുടുംബമായിരുന്നു കൽപ്പനയുടേത്. അവരുടെ സഹോദരിമാരായ ഉർവശിയും കലാരഞ്ജിനിയും ഒക്കെ മലയാള സിനിമകളിലും ഈ പറഞ്ഞ പോലെ തമിഴ്, തെലുങ്ക്, കന്നഡ അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ്. മാത്രമല്ല നാടക പ്രവർത്തകരായിരുന്നു ഇവരുടെ കൽപ്പനയുടെ അച്ഛനും അമ്മയും. നാടക പ്രവർത്തകരായ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി 1965 കൽപ്പന ജനിക്കുന്നത്. ബാലതാരമായിട്ട് തന്നെ കൽപ്പന വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് വരികയും പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എടുത്തു പറയാവുന്ന ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ചാർലി ആവട്ടെ, സ്പിരിറ്റ് ആവട്ടെ, അരമന വീടും 500 ഏക്കറും ആവട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകൾ കൽപ്പന മികച്ച വേഷങ്ങൾ ചെയ്ത നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചില സമയങ്ങളിലൊക്കെ കണ്ണ് നനയിപ്പിക്കുകയും ചെയ്ത ഒരുപാട് വേഷങ്ങൾ കൽപ്പനയിൽ നിന്നും മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നും ചിരിക്കുന്ന മുഖത്തോടെ മാത്രം കാണാനാവുന്ന ഒരു കലാകാരി അതായിരുന്നു കൽപ്പന. അതാണ് കൽപ്പനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി മലയാള സിനിമാ ലോകവും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം മുഴുവൻ കണ്ടിരുന്നത്. കൽപ്പന എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലാതെ നാം കണ്ടിട്ടില്ല. ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഉണ്ട് എന്ന് അവർ പലപ്പോഴും പറയാറുണ്ടെങ്കിലും തിരികെ എത്താം. ഇപ്പോൾ ശ്രീമതി കവിയൂർ പൊന്നമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. കവിയൂർ പൊന്നമ്മ, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം, താങ്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു വലിയ നഷ്ടം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. കൽപ്പനയുടെ വിയോഗം എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? പൊന്നുട്ടി എന്നും പറഞ്ഞിട്ട് എന്റെ ഭഗവാനെ, എന്താ ഇത്, എന്റെ ദൈവമേ, എവിടെയാണ്, ഏത് വീട്ടിലാണ്? ഇപ്പോൾ അവർ ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലോ? ഹൈദരാബാദിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. പിറ്റേന്നാണ് അവരെ മരിച്ചെടുക്കുന്നതായി കണ്ടത്. അപ്പോളോ ആശുപത്രിയിലായിരുന്നു അവർ. കവിയൂർ പൊന്നമ്മ, താങ്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു വലിയ നഷ്ടം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടം തന്നെയാണ്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ്. അതുപോലെ തന്നെ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എപ്പോഴും വിളിക്കുവേ എന്നെ, എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു പെണ്ണ. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അയ്യോ, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല മോനെ. വളരെയധികം നന്ദിയുണ്ട് കവിയൂർ പൊന്നമ്മ. താങ്കളുടെ വളരെ ദുഃഖകരമായ അവസ്ഥയിൽ മലയാളം ഒന്നടങ്കം പങ്കുചേരുകയാണ്. മലയാളികൾക്ക് ഒന്നാകെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പന അന്തരിച്ചിരിക്കുകയാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം. 51-ാം വയസ്സിലാണ് കൽപ്പന കലാലോകത്തെയും മലയാളികളുടെ ഹൃദയങ്ങളെയും വിട്ടൊഴിഞ്ഞുകൊണ്ട് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. മനു, ഒരുപക്ഷെ നേരത്തെ കവിയൂർ പൊന്നമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് അത്രയും ഹൃദ്യമായ ഒരവസ്ഥ, ഒരുപക്ഷെ പല ആൾക്കാരും ഇത് വിശ്വസിക്കാൻ പാടുപെടുകയായിരിക്കും. പ്രത്യേകിച്ച് കൽപ്പനയുടെ ഒരു വിയോഗം, അകാലത്തിലുള്ള ഒരു വിയോഗം എന്ന് തന്നെ പറയാം. 51-ാം വയസ്സിൽ മറ്റ് അവരെക്കുറിച്ച് അസുഖങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാ വേദികളിലും, സിനിമയിലായാലും മറ്റ് ഷോകളിലായാലും എപ്പോഴും ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന ഒരു സാന്നിധ്യം. ആ സാന്നിധ്യത്തിൻ്റെ വിയോഗം വിശ്വസിക്കാൻ മലയാളം ഒട്ടും ആഗ്രഹിക്കാതെ, മലയാളം ഒന്നടങ്കം, സിനിമാ ലോകം ഒന്നടങ്കം വിതുമ്പുമ്പോൾ ഒരുപക്ഷെ
മലയാള സിനിമയ്ക്കുള്ള വലിയ നഷ്ടം തന്നെ എന്ന് പറയാം. ഒരുപക്ഷേ നികത്തപ്പെടാൻ സാധിക്കാത്ത എത്ര വിയോഗങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നികത്താനാവാത്ത നഷ്ടം എന്ന് പറയുമ്പോഴും അത് പക്ഷേ ആലങ്കാരികമായി അല്ലാതെ, തീർത്തും ആലങ്കാരികമായി അല്ലാതെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, കലാലോകത്തെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം. 51-ാം വയസ്സിൽ ആ ഒരു വിയോഗം മലയാള സിനിമയെയും കലാലോകത്തെയും തനിച്ചാക്കി ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കൽപ്പന. മനു, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവരെ അനുസ്മരിക്കാം, പ്രത്യേകിച്ച് അവരുടെ കലാജീവിതത്തെ, സിനിമാ ജീവിതത്തെ? തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികൾക്ക് ഇപ്പോൾ ശ്രീമതി കവിയൂർ പൊന്നമ്മ നമ്മളോട് കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് മലയാള ചലച്ചിത്ര പ്രേക്ഷകരും ഒപ്പം തന്നെ ചലച്ചിത്ര മനു, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് വിവരം. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സുരേഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അല്പസമയം മുമ്പ് വരെ ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ നമുക്ക് നൽകിയിരുന്നത് മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലൊരു ഹൃദയസ്തംഭനമായിരിക്കാം മരണകാരണം. മനു, തിരികെ ഇപ്പോൾ KPS ലളിത കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീമതി KPS ലളിത, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, താങ്കളുടെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ദുഃഖകരമായ വാർത്ത. മലയാളത്തിന്റെ പ്രിയ നടി കൽപ്പന നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് അവരെ അനുസ്മരിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കൽപ്പനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. കൽപ്പന മരിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. കാരണം ഞങ്ങൾ അത്ര അടുപ്പമായിരുന്നു. കൽപ്പന സിനിമയിൽ വന്നതിൽ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ എനിക്ക് ആ കുടുംബമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ രാവിലെ ഇന്ന് കേട്ടപ്പോ തൊട്ട് എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൽപ്പന മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അവരുടെ അഭിനയത്തെ പറ്റിയോ അതോ കാര്യങ്ങളെ പറ്റിയോ ഒന്നും എനിക്കിപ്പോ അതിനെപ്പറ്റി പുകഴ്ത്തി പറയാനുള്ള സന്ദർഭമല്ല ഇത്. എനിക്ക് ഇത് വിശ്വസിക്കാൻ എന്തോ എന്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ എത്തിയതായിരുന്നു അവർ. അപ്പോളോ ആശുപത്രിയിലാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹൃദയസ്തംഭനമാണ് കാരണമെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെ, അങ്ങനെ അത് തന്നെയാണ്. ഇവള് കുറച്ചു മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് ഇങ്ങനെ പറയുമായിരുന്നു, എനിക്കൊരു ഹാർട്ടിന് പ്രശ്നമുണ്ട്, പിന്നെ ചേച്ചി എനിക്ക്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമൃത ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ഞാനും അമൃതയിൽ പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മാസാമാസം ചെക്കപ്പിന് പോവുകയും അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു കൽപ്പന. ഒറ്റയ്ക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കും. അവളുടെ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ, പക്ഷെ ഒന്നും പുറത്ത് കാണിക്കത്തില്ല. എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് വേദന ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ ചിരിച്ച് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന കഥാപാത്രന്മാരെ അവൾ എന്തെങ്കിലും തമാശ പറഞ്ഞ് ഇങ്ങനെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശ്രീമതി KPS ലളിത, ഈ ഒരു സാഹചര്യത്തിൽ അവരെ അനുസ്മരിക്കുന്നത് അനുചിതമാണെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും അവരുമായിട്ടുള്ള ഒരു ബന്ധം, പ്രത്യേകിച്ച് ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ജീവിതത്തിലും വ്യക്തിപരമായി വളരെയധികം ബന്ധം പുലർത്തുന്നുണ്ട്. ഏത് രീതിയിലുള്ള ബന്ധമാണ് കാത്തു സൂക്ഷിച്ചത്, പ്രത്യേകിച്ച് ഒരു സാഹോദര്യ ബന്ധം എന്നതടക്കം? ഇവള് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ആയിട്ടിരിക്കുമ്പോ തൊട്ട് എനിക്ക് കൽപ്പന അറിയാം. അത് കൽപ്പന മാത്രമല്ല, കലയുടെ ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന. ഞങ്ങള് ചങ്ങനാശ്ശേരിയില് ഞങ്ങളുടെ കുടുംബവും ഇവരുടെ കുടുംബവും ഒക്കെ അടുത്ത് ഒന്നിച്ച് താമസിച്ചു. VP ചേട്ടന് ഞങ്ങളുമായിട്ടുള്ള ബന്ധം. അതേപോലെ തന്നെ കൽപ്പനയുടെ അമ്മയും ഞാനുമായിട്ട് ഒത്തിരി നാള് ഡാൻസ്, കലാമണ്ഡലം ഗംഗാരം മാസ്റ്ററുടെ കൂട്ടത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബവും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, ഒരുപാട്. എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ് കുറച്ച് അകന്നിട്ടുണ്ടോ എന്നങ്ങനെ ഇടയ്ക്ക്. എന്നാലും അവൾ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്, ഞാനും വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, അമ്മ വിളിക്കാറുണ്ട്. എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. ഈ തനിച്ചെല്ലാം ഞാൻ പറയുന്ന സിനിമയിൽ ഇവൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടം, ആ പടം ഞങ്ങൾ ഒന്നിച്ചാണ് അഭിനയിച്ചത്. അപ്പൊ അവൾ എപ്പോഴും എന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു, ചേച്ചി നോക്കിക്കോ ഈ പടം. എന്നിട്ട് ഡയറക്ടറൊക്കെ പറഞ്ഞു, കുറച്ച് കരിയോയിൽ വല്ലതും വാങ്ങിച്ച് ആ ചേച്ചിയുടെ ഷോട്ടിലൊക്കെ തേച്ച് വയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നിരുന്നു ഇവള്. അത്രയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയുന്ന അഹങ്കാരമല്ല, ഇവള് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ എനിക്ക് തീരാത്ത ഒരു സന്തോഷവും ഞാൻ ഒരുപാട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന് ആ സമയത്തൊക്കെ. ഈ കൽപ്പനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല, കൽപ്പനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന്.
മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു വിഷയം തന്നെയാണത് കൽപ്പനയുടെ വിയോഗം. നമ്മൾ എപ്പോഴും കാണുമ്പോഴും കൽപ്പന സ്ക്രീനിനായാലും കൽപ്പന ചേച്ചി സ്ക്രീനിനായാലും മറ്റു വേദികളിലായാലും ചിരിക്കുന്ന മുഖവുമായാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. നമ്മൾ ഒരുപാട് മലയാളക്കരയെ ഒരുപാട് ചിരിപ്പിച്ച ആ ഒരു സാന്നിധ്യം, ആ ഒരു കലാകാരി വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ മാത്രമല്ല, അവളുടെ അടുക്കൽ ഒരു വാക്ക് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ ചിരിക്കാതെ അവിടെ നിന്ന് പോരില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും കൽപ്പനയോട് പറയാം. അവൾ അതിനൊരു സമാധാനവും ഒരു 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 മറു ഇത് പറഞ്ഞു തരും എന്നുള്ളതാണ്. എന്തും സഹിക്കാനുള്ള ഒരു സന്മനസ് കൽപ്പനയ്ക്കുണ്ടായിരുന്നു. അത്രയും ബാക്കിയുള്ളവർക്കുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അവളുടെ പ്രായത്തിനേക്കാൾ കൂടുതലായിട്ട് അവൾക്ക് എല്ലാ തരത്തിലും ബുദ്ധിയും ഈ സംസാരശേഷിയും സംസാരിച്ച് മറ്റുള്ളവരെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഇത് അവളുടെ മനസ്സിനുണ്ടായിരുന്നു. ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിലെ വൈഷമ്യങ്ങളെ പോലും മറന്ന് മറ്റുള്ളവർക്ക് കൂടി സന്തോഷം നൽകുന്ന ഒരു സാന്നിധ്യം തന്നെ ആയിരിക്കാം കൽപ്പന. അതെ അതെ, തീർച്ചയായിട്ടും. വളരെയധികം നന്ദിയുണ്ട് ശ്രീമതി KPS ലളിത ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പന കലാലോകത്തെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയായിരുന്നു അന്ത്യം. 51 വയസ്സായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യമായാലും സ്വാഭാവികമായ അഭിനയമായാലും സ്വന്തം തട്ടകം നേടിയെടുത്ത മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പന ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഒരിക്കൽ കൂടി ചേരുകയാണ്. മനു, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം. ഒരുപക്ഷെ നമ്മളോട് പ്രതികരിച്ച കലാകാരികളൊക്കെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ, അകാലത്തിലുള്ള ഒരു വിയോഗം. അപ്പോളോ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മനു? തീർച്ചയായിട്ടും അകാലത്തിലുള്ള വിയോഗം എന്ന് തന്നെ വേണം സുരേഷ് പറയാൻ. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. നാഗാർജുനയും കാർത്തിയും അവരോടൊത്ത് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒപ്പം തന്നെ ഒരു അവാർഡ് നൈറ്റിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് കൽപ്പന ഇവിടെ ഹൈദരാബാദിലെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവർ ഹൈദരാബാദിലുണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് നടന്നു വരികയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഹോട്ടൽ മുറിയിൽ നിന്നും കൽപ്പന മുറി വിട്ടിറങ്ങാത്തതിനെ തുടർന്ന് റൂം ബോയ് തട്ടി വിളിച്ചിട്ടും കൽപ്പന ഉണർന്നില്ല, അല്ലെങ്കിൽ വിളി കേട്ടില്ല. അതിനെ തുടർന്ന് മുറിയിൽ പ്രവേശിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. തുടർന്ന് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, തിരികെത്താം. ഇപ്പോൾ ഇന്നസെന്റ് MP കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ഇന്നസെന്റ്, മലയാളത്തിന്റെ പ്രിയ നടി കൽപ്പന നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് അവരെ അനുസ്മരിക്കുന്നത്? ഞാൻ ഏകദേശം അഭിനയം തുടങ്ങി സിനിമയിൽ സ്വല്പം തിരക്കായി വരുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന ഒരാളാണ് കൽപ്പന. ഒരുപാട് ഹാസ്യ റോളുകൾ എൻ്റെ കൂടെ അവർ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയായിട്ടും എൻ്റെ സഹോദരിയായിട്ടും അങ്ങനെ ഒരുപാട് റോളുകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാത്രമല്ല, അവർക്ക് അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു സ്പിരിറ്റാണ്. നന്നാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് തീർച്ചയായിട്ടും അവരോട് ഭയങ്കര ബഹുമാനവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ സാധാരണ നമ്മളൊരു മരണം കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പറയും, ആരായാലും പറയും ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറയും. പക്ഷെ ഇത് അങ്ങനെ ഞെട്ടിപ്പോയി എന്ന് വെറുതെ പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ഞെട്ടി. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖമോ കാര്യങ്ങളോ, ഇവർക്കൊരു അസുഖമുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ അത് ഹാർട്ടിനാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാനൊരു 2 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ അവരുടെ സ്വന്തക്കാരോട് ചോദിച്ചു എന്താണ് പ്രശ്നം. ഇല്ല, ചെറിയൊരു പ്രശ്നമാണ്, ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മൾ വല്ലാതായിപ്പോയി. മാത്രമല്ല, ഇവർ വെറും ഹാസ്യ നടിയാണ് എന്നൊക്കെയാണ് നമ്മുടെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നല്ല ക്യാരക്ടർ റോള്, സുകുമാരൻ നായർ എന്നുള്ള ക്യാരക്ടറുടെ സിനിമയിലും 2-3 കൊല്ലം മുമ്പ് ഞാൻ ഇവരുടെ റോള് ഞാൻ കണ്ടു. ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുക. ഇപ്പോ ഒരു 3 ദിവസം മുമ്പ് സത്യനന്ദിക്കാട് എന്നെ വിളിച്ച് പറയാണ്, ചാർലി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കൽപ്പനയെ ഒന്ന് കാണണം, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. അപ്പൊ നമുക്ക് വളരെയധികം സങ്കടമുണ്ട്. മാത്രമല്ല, അവരുടെ ഈ അവസാന കാലത്ത് അവരുടെ ഫാമിലി ലൈഫും സ്വല്പം പ്രശ്നത്തിലായിരുന്നു എന്ന് ആണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ അവരെ വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ അസുഖമായതിനു ശേഷം, എനിക്ക് അസുഖമായതിനു ശേഷം ഞാൻ ഇവരെയൊക്കെ ഒന്ന് വിളിക്കും. കാരണം ഞാൻ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കൊക്കെ എന്നോട് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് കാലത്ത് ഇത് കേട്ടപ്പോൾ നമ്മൾ വല്ലാതായിപ്പോയി. ഒരുപാട് സിനിമകളിൽ നമ്മളുടെ കൂടെ അഭിനയിക്കുകയും അതുപോലെ തന്നെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല തമാശകളും നേരം പോക്കുകളും, ആ നേരം പോക്കുകൾ ഇവരോട് പറയാനും നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഞാൻ ഗൾഫ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഇവരുണ്ടായിട്ടുണ്ട് പല സ്കിറ്റിലൊക്കെ.
അതൊക്കെ വളരെ നന്നായിട്ട് ഇവർ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ നഷ്ടമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇവർ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. അമ്മയുടെ കൂടെ എൻ്റെ അടുക്ക പറയും ഇവര് ഞങ്ങളുണ്ട് കൂടെ, ഒരു സമരോ കാര്യങ്ങളോ വരുമ്പോൾ ഇന്നസെന്റ് ആയിട്ട് ഞാൻ ഒരാളുടെ പടത്തിന് മുകളിൽ നിങ്ങൾ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന വളരെ ശക്തിയായിട്ടുള്ള ഒരു കക്ഷിയായിരുന്നു ശ്രീ കൽപ്പന. അവരുടെ നിര്യാണത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യശാന്തി. അത്രയും. ശ്രീ ഇന്നസെന്റ്, അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാലോകത്തുള്ള ബന്ധങ്ങൾക്ക് അപ്പുറമായി വ്യക്തിബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന, അത് മതിക്കപ്പെടുന്ന ഒരു കലാകാരി കൂടിയാണ് കൽപ്പന. ആ രീതിയിലുള്ള ബന്ധത്തെയും താങ്കൾ ഏത് രീതിയിലാണ് വിസ്മരിക്കുന്നത്? അതിന്റെ ഒരു കാര്യം ഇവര് സാധാരണ നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ആ സിനിമയിലുള്ള നടന്മാരോടോ നടിമാരോടോ അല്ലെങ്കിൽ സംവിധായകനോടോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാവിനോടൊക്കെ മാത്രമായിരിക്കും ചില ആളുകൾ പെരുമാറുക, സംസാരിക്കുക. പക്ഷെ ഇവര് അതിനകത്ത് ഒരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുക്കുന്നവരോടും അതുപോലെ തന്നെ അവിടെ ലൈറ്റ് ബോയ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവരോടൊക്കെ കൽപ്പനയും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ നമുക്ക് പോലും കൊതി തോന്നാറുണ്ട്. ഇവർക്ക് എങ്ങനെ ബാക്കി ഇവരുടെ പോലെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പെരുമാറാൻ സാധിക്കുന്നില്ല? അപ്പൊ അവരായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ അവർ വളരെയധികം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ എല്ലാവർക്കും അതായിന്ന് വരില്ല. അത് തന്നെയാണ് അവർ എന്നോട് ഫോൺ ചെയ്യുമ്പോഴും എന്റെ വൈഫിനെ പറ്റി, എന്റെ മകനെ പറ്റിയും മകന്റെ കുട്ടികളെ പറ്റിയും അവരുടെ നേരം പോക്കുകളെ പറ്റിയും ഒക്കെ അവർ എന്നോട് ചോദിക്കും. അതുപോലെ തന്നെ അവരുടെ മകളെ പറ്റിയും നമ്മൾ ചോദിക്കാറുണ്ട്. അത് അപ്പോഴാണ് നമുക്ക് കുടുംബ ബന്ധങ്ങൾ, നമുക്കൊരു ഫ്രണ്ട് ആവുക എന്നുള്ളത്. അപ്പൊ അവർ തന്നെയാണ് അത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ പറയാം. വളരെയധികം നന്ദിയുണ്ട് ശ്രീ ഇന്നസെന്റ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. മനു, ഇന്നസെന്റ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമാ ലോകത്തെ അല്ലെങ്കിൽ കലാഹൃദയത്തെ നെഞ്ചോട് ചേർത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം, ഒരു വലിയ വിയോഗം. കാരണം അവരുടെ സാന്നിധ്യം ഇനി മലയാള സിനിമയിൽ ഇല്ല. അവരുടെ ഹാസ്യമായാലും സ്വാഭാവിക അഭിനയമായാലും ആ അഭിനയ ചാരുത കാണാനുള്ള ഇനി മറ്റു സിനിമകളിലായാലും നാടക പ്രവർത്തനങ്ങളിലായാലും കാണാനുള്ള സൗഭാഗ്യം മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം, കലാലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു ഘടകം. അതോടൊപ്പം തന്നെ ഇന്നസെന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ സിനിമയിൽ എല്ലാ താരങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നതും. കാരണം ആ ഒരു അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു വിശേഷണം കൂടിയായിരിക്കാം ഒരുപക്ഷെ അത് താരങ്ങൾ എന്ന രീതിയിലുള്ള. പക്ഷേ ജീവിതത്തിലായാലും സിനിമയിലായാലും സ്ക്രീനിൽ നിന്നും ഇറങ്ങി വന്നാൽ എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന, അത് ഏത് സാധാരണക്കാരനായാലും ഏത് ഉന്നതനായാലും തമാശകൾ പറഞ്ഞുകൊണ്ട് സാധാരണ രീതിയിൽ പെരുമാറുന്ന അവരുടെ മുഖങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ വിയോഗത്തെ ഇത്രയധികം വേദനയുടെ ആഴങ്ങളിലേക്ക് എത്തിക്കുന്നതും. അവരുടെ ആ ഒരു ജീവിതത്തെയും സിനിമാ ജീവിതത്തെയും ഒരിക്കൽ കൂടി നമുക്ക് ഇതിനെ ചേർത്ത് വയ്ക്കാം. മനു, തീർച്ചയായിട്ടും സുരേഷ്, അത്തരത്തിലുള്ള അവരുടെ വളരെ സാധാരണക്കാരോട് ചേർന്ന് നിന്നുള്ള പെരുമാറ്റം തന്നെയാണ് അവരുടെ മരണ വാർത്ത ഒരുപക്ഷെ മലയാളികളെ ഇത്രയധികം ദുഃഖിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞതുപോലെ തന്നെ കൽപ്പന അവരിൽ ഒരാളായിരുന്നു. അത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമായിരുന്നു അവർ സിനിമാ താരമായിട്ടുള്ളത്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കൽപ്പന വെറും സാധാരണക്കാരിയായിരുന്നു. എല്ലാവരോടും ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞ് അവരെ ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ച ഒരു കലാകാരി. ഒരുപക്ഷെ ഒരുപാട് വ്യക്തിജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മറച്ചു വെച്ച് എപ്പോഴും തമാശകൾ പറഞ്ഞ് തൻ്റെ ദുഃഖങ്ങളെയൊക്കെ മൂടിവെച്ച ഒരു കലാകാരി. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൽപ്പനയുടെ മരണം നമ്മളെ അടക്കം ഇത്രയധികം വേദനിപ്പിക്കുന്നത്. സ്വന്തം ആരോ ഒരാൾ നഷ്ടപ്പെട്ടൊരവസ്ഥ മലയാളി പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരിക്കലും കൽപ്പനയ്ക്ക് പകരം വയ്ക്കാൻ ഒരു നടി മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത്രമാത്രം വ്യത്യസ്തമായിരുന്നു കൽപ്പനയുടെ ഓരോ റോളുകളും. ഒരുപക്ഷെ വെറും കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനാവില്ല. കോമഡിക്കപ്പുറം കൽപ്പന ചെയ്യാത്ത റോളുകൾ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മാത്രമായിരിക്കും അവർ ചെയ്തു വച്ച ആ റോളുകൾ മാത്രമായിരിക്കും അവരുടെ സംഭാവന. അത് തന്നെയായിരിക്കും ഈ ലോകത്തിന് മുന്നിൽ എന്തുകൊണ്ട് കൽപ്പനയെ നമ്മൾ ഇത്രയധികം ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നതിനുള്ള മറ്റൊരു മറുപടി. 1983 ഇറങ്ങിയ എം ഡി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന സിനിമയിലൂടെയാണ്, എം ഡി എഴുതിയ മഞ്ഞ് എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് കൽപ്പന അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ചില നാടകങ്ങളിലൊക്കെ ചെറിയ റോളുകളിൽ തല കാണിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൽപ്പന ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സിനിമയിലൂടെയാണ്. എന്നാൽ കൽപ്പന എന്ന നടിയുടെ പേര് എഴുതി ചേർത്ത സിനിമ എന്ന് പറയുന്നത് അത് ഭാഗ്യരാജിൻ്റെ സതി ലീലാവതി, 1984 85 ആണ് ചിത്രം ഇറങ്ങിയത്. സതി ലീലാവതിയായിരുന്നു. അതായിരുന്നു കൽപ്പന എന്ന നടിയുടെ പേര് എഴുതി ചേർത്ത സിനിമ. പിന്നീട് തൊട്ടുപുറകെ വന്ന ചിന്നവീട്, കൽപ്പന എന്ന
നടിയെ തെന്നിന്ത്യയാകെ പ്രശസ്തയാക്കി കളഞ്ഞു. കൽപ്പന എന്ന പേര് അവിടെ തൊട്ട് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യ ഒട്ടാകെ മറക്കപ്പെടാത്ത രീതിയിൽ എഴുതി ചേർത്തൊരു സിനിമയായിരുന്നു ചിന്നവീട്. പിന്നീട് ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലിറങ്ങിയ ചാർലി വരെ 300ഓളം സിനിമകൾ കൽപ്പനയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. നമ്മളെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, ചില സമയങ്ങളിലൊക്കെ കരയിപ്പിച്ചു, ചില സമയങ്ങളിൽ അത്ഭുതത്തോടെ നോക്കി നിർത്തിച്ചു. എങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നു, ഇത്ര സ്വാഭാവികമായി അഭിനയിക്കുന്നു എന്നത് ആ നാടകത്തിൻ്റെ ഒരു ബേസ് ഒക്കെ കൽപ്പനയുടെ അഭിനയത്തിൽ കാണാമായിരുന്നു. മാത്രമല്ല നേരത്തെ ശ്രീ ഇന്നസെന്റ് ശ്രീമതി കെ പി എസ് ലളിതയൊക്കെ പറഞ്ഞതുപോലെ വളരെ ഒരു തൻ്റെ കഥാപാത്രം വളരെ മനോഹരമാക്കുക, ഒപ്പം തന്നെ തൻ്റെ കൂടെ അഭിനയിക്കുന്നവരെ കൂടി ആ റേഞ്ചിലേക്ക് എത്തിപ്പിക്കുക എന്ന തരത്തിൽ അത്തരത്തിലൊരു ആർജവത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് പോയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കൽപ്പനയുടേത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി അവർക്ക് പകരം വയ്ക്കാൻ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ തമിഴ്, തെലുങ്ക്, കന്നഡം, ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ വേറെ ഒരു നടിയില്ല എന്ന് തന്നെ വേണം നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നത്. ഇന്ന് രാവിലെ 51 വയസ്സിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്താണ് കൽപ്പന നമ്മളെ അകാലത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. വളരെയധികം ദുഃഖിപ്പിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ഇന്നസെന്റ് പറഞ്ഞതുപോലെ വിയോഗം തീരാത്ത നഷ്ടം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില അവസരങ്ങളിലാണ് അത് യഥാർത്ഥമാകുന്നത്. ഇതൊരു നികത്താനാവാത്ത നഷ്ടം മലയാള സിനിമയ്ക്കും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തിനും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു കലാകുടുംബത്തിലൂടെ വളർന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി, മലയാളത്തിൽ നിന്നും വളർന്ന് സൗത്ത് ഇന്ത്യയിലെമ്പാടും വളർന്ന് ഒരു സൗത്ത് ഇന്ത്യയുടെയൊക്കെ മൊത്തത്തിലൊരു താരമായി മാറിയ എന്നാൽ ആ താരത്തിൻ്റെ താരജാടകളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ സ്ത്രീ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, അതിനൊപ്പം തന്നെ സ്വന്തമായ നിലപാടുകൾ എവിടെയും കൃത്യമായി പറഞ്ഞിരുന്ന, സ്നേഹിക്കുന്നവരെ ഒരുപാട് സ്നേഹിച്ചിരുന്ന കൽപ്പന. വ്യക്തിജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവർ തൻ്റെ സിനിമാ ലോകത്തുള്ള ആ അഭിനയത്തിൽ തൻ്റെ മേഖലയിൽ അവർ കാണിച്ച ആ ഒരു ഊർജ്ജത്തിലൂടെ കൽപ്പന മറികടന്നു. ഇപ്പോൾ നടൻ മണിയംപിള്ള രാജു കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ മണിയംപിള്ള രാജു, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം, ഒരുപക്ഷെ താങ്കൾക്കടക്കം വ്യക്തിപരമായി ഒരു സഹോദരിയുടെ നഷ്ടം എന്ന രീതിയിൽ തന്നെയാണ് കൽപ്പനയുടെ വിയോഗം. എങ്ങനെയാണ് അവരെ ഈ സാഹചര്യത്തിൽ അനുസ്മരിക്കുന്നത്? കൽപ്പന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കൂടെ പ്രകാരത എന്റെ ചേട്ടനാണ് രാജചേട്ടൻ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കും ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു ചാനലിന്റെ മലയാളി ദർബാറിന്റെ ഷൂട്ടിന് വന്നപ്പോൾ അവര് എല്ലാവരും പറഞ്ഞു എന്റെ സ്വന്തം ചേട്ടനാണ്, ഞങ്ങൾക്കില്ലാതെ ചേട്ടൻ, ഞങ്ങളുടെ 3 നേരം പൊന്നു ചേട്ടനാണെന്ന് വെച്ച്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഓരോ കാര്യത്തിനും സുഖമില്ലായിരിക്കും. ഇത് പക്ഷെ ഒന്നുമില്ല, വളരെ ഹെൽത്തി ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു, സ്മാർട്ടായിട്ട് ആ ഷോ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഹൈഫ അവാർഡിന് വേണ്ടി ഹൈദരാബാദിൽ പോയതല്ലേ. അത് കഴിഞ്ഞ് രാത്രി എന്തോ കൊഴിഞ്ഞു വീണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്, കാർഡിയാക് അറസ്റ്റ്. ഞാനൊക്കെ ഇവിടെ എറണാകുളത്ത് വെയിറ്റ് ചെയ്യണം, അവര് ബോഡി എറണാകുളത്ത് കൊണ്ടുവരും തോന്നുന്നു. പക്ഷെ സിനിമയ്ക്ക് ഭയങ്കര നഷ്ടമായിരിക്കും, അതുപോലെ അവരുടെ കുടുംബത്തിനും നഷ്ടമായിരിക്കും. എന്നെ സംബന്ധിച്ചുള്ള എന്റെ സ്വന്തം സഹോദരി മരിച്ചതുപോലെ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാസ്യ നടി എന്നതിലപ്പുറം ഭാവാഭിനയത്തിലായും സ്വാഭാവികമായ അഭിനയത്തിലായാലും മാത്രം ലേബിൾ ഇട്ടാ പോലെ. അതായത് കൽപ്പന സംബന്ധിച്ചുള്ള ഒരു മൾട്ടി വെർസിറ്റൈൽ ആക്ട്രസ് ആയിരുന്നു. ഉദാഹരണം ഇപ്പൊ അടുത്തിറങ്ങിയ ചാർലിയിൽ അവർ ചെയ്തത് കോമഡി റോളല്ല, വളരെ സീരിയസ് ആയ ഒരു എയ്ഡ്സ് പേഷ്യന്റ് ആയിരുന്നു, അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂർ ഡേയ്സിലെ ഹ്യൂമർ ഉണ്ടെങ്കിലും ആ കുഞ്ഞമ്മയുടെ വിഷമം, അതുപോലെ അതിഗംഭീര ആർട്ടിസ്റ്റ്. കൽപ്പനയുടെ റേഞ്ച് ഉള്ള നടികൾ മലയാളത്തിൽ ആരുമില്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അത്രയും കഴിവുണ്ടായിട്ടും അവർക്ക് ഒരു ഹാസ്യ നടി എന്ന ലേബലിൽ അറിയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു നടി കൂടി ആണെന്ന് തോന്നുന്നു കൽപ്പന. പ്രത്യേകിച്ച് ഒരുപാട് ക്യാരക്ടർ റോളുകളും അവർ ചെയ്തെങ്കിലും അവർ കൽപ്പന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, പല ആളുകളുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ഹാസ്യ നടി എന്ന രീതിയിലാണ്. അല്ല, കൽപ്പന എല്ലാവർക്കും ഭയങ്കര, എല്ലാ വീട്ടിലും അവരെ വീട്ടിലെ ഒരു അമ്മയോ അനിയത്തിയോ ചേച്ചിയോ അമ്മയോ കുഞ്ഞമ്മയൊക്കെയാണ്. അത്ര നല്ല ആർട്ടിസ്റ്റാണ്. പിന്നെ അവരൊരു പൊതുവേദികളിലും എല്ലാവരുടെ ഒരു സംസാരത്തിലൊക്കെ തന്നെ സ്നേഹം എന്താ പറയുക വഴിഞ്ഞു ഒഴുകുന്ന ഒരു, പക്ഷേ അതിഗംഭീരമായ ഒരു ആർട്ടിസ്റ്റാണ്. അതിലുപരി ഒരു വണ്ടർഫുൾ ഹ്യൂമൻ. ശ്രീ മണിയംപിള്ള രാജു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയിലെ പല ആൾക്കാരും ആൾക്കാരോട് പലപ്പോഴും അകലം പാലിക്കുമ്പോഴും അവർക്കിടയിലേക്ക് അവരിൽ ഒരാളായി ഇറങ്ങിച്ചെന്ന് അവരുടെ വിശേഷങ്ങളും സ്വകാര്യ ദുഃഖങ്ങൾ പോലും സ്വയം ദുഃഖമായി ഏറ്റെടുക്കുകയും അവരോട് ഇടപഴകാനുമുള്ള അവരുടെ കഴിവ് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ട് ഇപ്പോഴും നമ്മോട് അനുസ്മരിച്ച പല ആൾക്കാരും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. താങ്കളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തിപരമായ ഇടപെടലിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, അവരുടെ ആ ഒരു സ്നേഹവും? അവര് ചവറ VP നായരുമായിട്ട് ഒരു മദ്രാസിലും താമസിക്കും. 1976-77 കാലഘട്ടമാണ് ഞാൻ പരിചയപ്പെടുന്നത്. കൽപ്പനയും ഉർവശിയും കലാരഞ്ജനയും അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ് നമുക്കിപ്പോഴും.
അവരും സിനിമയിൽ വന്നു, ഞാനും സിനിമയിൽ വന്നു. അവരുടെയൊക്കെ വളർച്ചകളും ഉയർച്ചകളും എന്റെയും ഒരു വളർച്ചകളൊക്കെ ഞങ്ങൾ പരസ്പരം ഇപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുന്നത്, ചേട്ടാ അങ്ങനെയുണ്ട്, അതിന് പോകണോ, എനിക്ക് വയ്ക്കുക, അതിന് വരണോ, എന്ത് കാര്യത്തിന് അവരുടെ സ്വന്തം ഇപ്പൊ വേറെ ആരും ഇല്ല അവർക്ക് ചോദിക്കാൻ, ഹസ്ബൻഡോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യങ്ങളിലും ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ അവർ ഒരു ചേട്ടന്റെ സ്ഥാനത്താണ് എന്നെയാണ് എല്ലാം വിളിച്ചു ചോദിച്ചോണ്ട്. ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതൊരു വലിയ വല്ലാത്ത സംഭവം. വളരെയധികം നന്ദി ശ്രീ മണിയം പിള്ളരാജു. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു വിയോഗത്തിലും ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിലും ഞങ്ങളോട് സഹകരിച്ചതിന്. മനു, ഇപ്പം മണിയൻ പിള്ളരാജു അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വ്യക്തിപരമായി നോക്കുമ്പോഴും ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോഴും അവരൊക്കെയും നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സാന്നിധ്യമായിരുന്നു കൽപ്പന. നടി കൽപ്പന എന്നല്ല, സ്വന്തം ജീവിതത്തിൽ ഒരു സഹോദരിയായും സുഹൃത്തായും അവരുടെ കൂടെ സാന്നിധ്യമുണ്ടായിരുന്ന കൽപ്പന എന്ന് പറയുന്നത്. ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൽപ്പന എന്ന് പറയുന്നതിലപ്പുറം കൽപ്പന ചേച്ചി എന്ന് വിശേഷിപ്പിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വിശേഷണം തന്നെയാണ് പല നടിമാർക്കും ഉപരിയായിട്ട് ഒരു ചേച്ചി എന്നുള്ള വിശേഷണത്തോടുകൂടി സ്വയം ചേർത്ത് വയ്ക്കാൻ മലയാളികളെ പ്രേരിപ്പിച്ചതും. ഈ ഒരു ഘട്ടത്തിൽ വളരെ വിയോഗം ഉള്ള ഒരു വാർത്തയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട കൽപ്പന ചേച്ചി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന സാഹചര്യത്തിൽ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയനായ സാന്നിധ്യമായ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ നോവലിൻ്റെ ചലച്ചിത്ര ഭാഷ്യത്തിലൂടെയാണ് ബാലതാരമായിട്ട് കൽപ്പന വരികയും ഒടുവിൽ മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത ചാർലി എന്നുള്ള ദുൽഖർ സൽമാൻ ഫിലിമിലെ ഏറെ ശ്രദ്ധേയമായ ഒരുപാട് അംഗീകാരങ്ങൾ ഒരുപക്ഷെ അവരെ തേടിയെത്തുമായിരുന്നു. ഒരുപാട് ജനപ്രിയ അംഗീകാരങ്ങൾ അവർക്ക് ലഭിക്കുമായിരുന്ന, ഇപ്പോഴും അംഗീകാരങ്ങൾ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ചാർലി, അവരുടെ ഈ അഭിനയ ജീവിതത്തെ ഈ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം, അതിലേക്ക് തിരികെ എത്താം?